ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി. നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, അതായത് നേരത്തെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. കോടതി കൂടി റിപ്പോർട്ട് പുറത്തുവിടാൻ അനുമതി നൽകുന്ന ഘട്ടം. എന്തൊക്കെയാണ് ഇന്ന് കോടതി പറഞ്ഞത്? അതായത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അല്പം മുമ്പ് തള്ളി. അതിനർത്ഥം ഈ റിപ്പോർട്ടിലെ കോടതി അനുവദിച്ച അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ അനുവദിച്ച ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന് തന്നെയാണ്. അതായത് ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് അറിയുന്നത് പോലെ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നു. അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന ആവശ്യം ഉയരുന്നു. അങ്ങനെ പല വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ ഇതിന്റെ പകർപ്പ് ചോദിച്ചുകൊണ്ട് കൈരളി TV അടക്കമുള്ളവർ വിവരാവകാശ കമ്മീഷനെ സർക്കാരിനെ സമീപിക്കുന്നു. വിവരാവകാശ കമ്മീഷന്റെ മുമ്പിൽ വിവരാവകാശ അപ്പീൽ ആയി അത് എത്തുന്നു. അതിനുശേഷം ഒരു മാസം മുമ്പ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ, അതായത് സ്വകാര്യതയെ ഹനിക്കുന്നത് ഒഴികെയുള്ള ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന് മുൻപ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതിനെതിരെയുള്ള നിയമ പോരാട്ടം ആരംഭിച്ചത് സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ്. ആ സജിമോന്റെ പ്രധാനപ്പെട്ട വാദം, ഇതിൽ പലരുടെയും സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങളുണ്ട്, പല വിവരങ്ങളും ഒളിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിട്ടാൽ പലരെയും ബാധിക്കും, അതുകൊണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നുള്ളതായിരുന്നു. അതിൽ വിശദമായ വാദം കേട്ടു. WCC, വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ കക്ഷി ചേർന്നു. അവരെല്ലാവരും പുറത്തു വിടണം എന്ന നിലപാട് സ്വീകരിച്ചു. വിശദമായ വാദത്തിനൊടുവിൽ അല്പം മുമ്പ് ജസ്റ്റിസ് വി ജി അരുൺ ഒറ്റ വാചകത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ അപ്പീൽ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നു. അതിനർത്ഥം ഇനി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമായി സ്വാഭാവികമായി ഉയർന്നു വരിക, ഈ ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ മുഴുവൻ ഭാഗങ്ങളുമാണോ അതോ രഹസ്യ സ്വഭാവമുള്ളത് എന്ന് കണ്ട് മാറ്റിവെച്ചതൊഴികെയുള്ള പുറത്തുവിടാൻ കഴിയുന്ന ഭാഗങ്ങളാണോ എന്നതാണ്. അതിൽ നമുക്ക് കോടതി ഉത്തരവിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ ഉത്തരവിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എന്താണോ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലുള്ളത് അത് 62 പേജ് ഒഴികെയുള്ള ഭാഗങ്ങൾ എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണോ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലുള്ളത് ആ ഉത്തരവാണ് ഇപ്പോൾ നിലനിൽക്കുക. അതായത് അപ്പീൽ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൈരളിക്കടക്കം കൈരളി TV ന്യൂസ് എഡിറ്റർ ലെസ്ലി ജോണാണ് ഇത് സംബന്ധിച്ച് ആദ്യം അപ്പീലുമായി മുഖ്യ വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചതും ആ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇത് പുറത്തുവിടാം എന്ന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു നിർദ്ദേശം നൽകിയതും. അത് പുറത്തുവിടാൻ നിശ്ചയിച്ച തീയതി ആ ദിവസമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. അതിനെ തുടർന്ന് അത് സ്റ്റേ ആയി. തുടർന്ന് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നു. ഇതിൽ വിവരങ്ങൾ പുറത്തുവിടാം എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ളതാണ് സാഹചര്യം. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതായത് ഈ സിനിമാ രംഗത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ നടിയെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തന്നെ അതിനെ തുടർന്ന് വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് കേന്ദ്രീകരിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചിരുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്നത് പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായും കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തുകയും അത് കൂടുതൽ ചർച്ചയാവുകയും അതിന്മേലുള്ള നടപടികൾ തുടരുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദൗത്യമാണ് വിവരാവകാശ നീക്കവുമായി ബന്ധപ്പെട്ട് കാണേണ്ടതും. ഈ നീക്കത്തിനാണ് കോടതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ ഹർജി തള്ളിക്കൊണ്ട്, ഇതിനെതിരായ ഹർജി തള്ളിക്കൊണ്ട് സാലി? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് എന്താണോ അത് നടപ്പാക്കാം. അതായത് 62 പേജുകളിൽ വരുന്ന ചില രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ഒഴികെയുള്ളവ ഒക്കെയും പുറത്തുവിടാം എന്നായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം. അത്തരത്തിലൊരു തീരുമാനം തന്നെ നടപ്പാക്കാമെന്ന് ഹൈക്കോടതി പറയുന്നു. ഇതിനെതിരായി ഇത് പുറത്തുവിടരുത്
എന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ സാലി മുഹമ്മദ് നൽകുമ്പോൾ, സാലി, ഏതൊക്കെ തരത്തിലാണ് ഇതിനെ കാണേണ്ടത്? കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുമ്പോട്ട് വെക്കുന്ന വസ്തുതകൾ എന്താണ്? അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തുകയും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ പ്രവൃത്തി അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്, ആ കമ്മീഷനെ നിയോഗിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ. അതാണ് കൂടുതൽ സാർത്ഥകമാകുന്നത് ഇപ്പോൾ വിവരാവകാശ നീക്കത്തിലൂടെ അടക്കം. അതായത് ഇതിൻ്റെ നിയമപരമായ വശം പരിശോധിച്ചാൽ മൊത്തത്തിൽ 295 പേജാണ് ഇതുള്ളത്. അതിൽ 62 പേജുകൾക്ക് രഹസ്യ സ്വഭാവമുള്ളതാണ്. അതായത് ചില വ്യക്തികളുടെ പേരുകളടക്കം പരാമർശിക്കുന്നതാണ്. സിനിമാ മേഖലയിൽ ചിലർ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് ഈ 62 പേജുകൾ. ആ 62 പേജുകൾ ഒഴികെയുള്ള 233 പേജുകൾ പുറത്തുവിടാം എന്നായിരുന്നു മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സിനിമാ മേഖലയിലെ പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. അത് ലൈംഗികമാകാം, അല്ലാത്തതാകാം, അല്ലെങ്കിൽ സേവന വേതന വ്യവസ്ഥകളിൽ പുരുഷ സ്ത്രീ സമത്വമില്ലായ്മയാകാം. അത്തരം ഒട്ടനവധി വിഷയങ്ങൾ സിനിമാ മേഖലയിൽ നേരിടുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച നടന്നതാണ്. കാരണം നമുക്കറിയാം, കൊച്ചിയിൽ സിനിമാ നടി, ചലച്ചിത്ര താരം, യുവനടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു കമ്മീഷനെ, ജസ്റ്റിസ് ഹേമയെ ഇതിനുള്ളൊരു കമ്മീഷനായി സംസ്ഥാന സർക്കാർ അന്ന് നിയോഗിച്ചത്. അതിനെ തുടർന്ന് വിശദമായ പഠനം കമ്മീഷൻ നടത്തി. തുടർന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇത് വിടരുത് എന്നുള്ളത് തന്നെയായിരുന്നു കുറേ ആളുകളുടെ ആവശ്യം. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിയമ പോരാട്ടം ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പുറത്തു വരും എന്നുള്ളതാണ്. അതായത് രഹസ്യ സ്വഭാവമുള്ള 62 പേജുകൾ ഒഴികെയുള്ള ബാക്കി മുഴുവൻ പേജുകളുടെയും പകർപ്പ് വിവരാവകാശ അപേക്ഷ നൽകിയവർക്ക് കൈമാറാം എന്നതായിരുന്നു വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. ആ ഉത്തരവ് നിലനിൽക്കും. അത് ശരിയാണ്. ആ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. സിനിമാ മേഖലയിൽ ഇത്തരം ചൂഷണങ്ങളും ഇത്തരം അതിക്രമങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന ആക്ഷേപം കുറേ നാളുകളായി പുറത്തു വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് വലിയ ചർച്ചയായതുമാണ്. അപ്പോഴാണ് സ്വാഭാവികമായും ഒരു സംസ്ഥാന സർക്കാർ എന്ന നിലയ്ക്ക് സ്റ്റേറ്റ് അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും അത് പഠിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അത് പഠിച്ച് അതിലൊരു നടപടി ഉണ്ടാവണം തുടർന്നുള്ള ഘട്ടങ്ങളിൽ എന്ന് സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ വിശദമായി പഠനം നടത്തി. അതിക്രമങ്ങൾക്ക് ഇരയായവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമായ ഒട്ടനവധി പേരിൽ നിന്ന് മൊഴിയെടുത്തു. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ 295 പേജ് ഉള്ള റിപ്പോർട്ടിൽ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് കമ്മീഷൻ തന്നെ പുറത്തുവിടരുത് എന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്നാണ് അത് നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നത്. ആദ്യം വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ അപേക്ഷ പലരും നൽകി. ആ അപേക്ഷ നൽകിയവർക്ക് വിവരാവകാശ കമ്മീഷൻ നൽകിയ മറുപടി അത് നൽകാനാവില്ല, അതിൻ്റെ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നുള്ളതാണ്. തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈരളി TV നമ്മൾ അപ്പീൽ സമർപ്പിച്ചു. ആ അപ്പീലിലാണ് ഇത് നൽകരുത് എന്ന് വിവരാവകാശ കമ്മീഷൻ ആദ്യം പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് ഇതിനുള്ള നിയമ പോരാട്ടം തുടങ്ങുകയും അപ്പീൽ ഇങ്ങനെ തുടർന്നു പോവുകയും ചെയ്തു. ഒടുവിൽ പുതിയ വിവരാവകാശ കമ്മീഷണർ വന്നപ്പോൾ അക്കാര്യത്തിലൊരു മാറ്റമുണ്ടാവുകയും നൽകാം എന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒടുവിൽ നടന്നിരിക്കുന്ന ഈ ഹൈക്കോടതിയിലെ അടക്കം നിയമപ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. ഹൈക്കോടതി അതിൻ്റെ നിയമം തന്നെയാണ് പരിശോധിച്ചത്. ഇത് പുറത്തു വിടാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം. അതിൻ്റെ അർത്ഥം ഇന്ന് തന്നെ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിൽ ചർച്ചയാകാൻ കാരണമാകാവുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ ഉള്ളടക്കം പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ മറ്റ് വിവാദങ്ങൾക്കോ വ്യക്തിപരമായ ഏതെങ്കിലും അധിക്ഷേപങ്ങൾക്കോ അവിടെ സാധ്യതയില്ല. കാരണം അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പേജുകൾ അടക്കമുള്ള 62 പേജുകൾ ഒഴിവാക്കി തന്നെയാവും പുറത്തു വരിക എന്നാണ് ഇപ്പോൾ ഈ നിമിഷം വരെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഉത്തരവിൻ്റെ പകർപ്പുകൾ നമ്മുടെ കൈവശം ലഭിച്ചാൽ അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ കോടതി പറഞ്ഞതിൽ എന്ന് മനസ്സിലാവും. പക്ഷേ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അതാണ് നിലനിൽക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ആ 62 പേജ് ഒഴികെയുള്ള പേജുകൾ തന്നെയാവും പുറത്തു വരിക എന്നതാണ് നമ്മൾ കരുതുന്നത്. അല്പസമയത്തിനകം കോടതി ഉത്തരവിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ അതിലൊരു വ്യക്തത വരും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ
ഈ 62 പേജ് ഒഴികെയുള്ളവ മാത്രം പുറത്തു വരാനാണ് സാധ്യത.